Hello guys, welcome back to my മിന്നും പണ്ട വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ്, അതായത് എൻ്റെ കയ്യിലുള്ള ബാങ്കിൾ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇത് എൻ്റെ ആവശ്യമായി പോയി. ഇത് കാണിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. ആദ്യം നമുക്ക് ഫേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫേസിൽ നിന്ന് തുടങ്ങുമ്പോൾ അയ്യോ ഗൈസ്, ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. ഫ്രിഡ്ജിലാണ് സാധാരണ ഞങ്ങൾ വെക്കാണ്. ഞാൻ കൊണ്ടുവരാം. കിട്ടി ഗൈസ്. ഇത് ഞാൻ ഇപ്പോൾ ആദ്യം തൊട്ട് കാണിക്കാം. ഇതൊരു സ്പ്രേ ബോട്ടിലാണ്. കണ്ടല്ലോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഉണ്ട് അല്ലേ? ഓക്കെ, കുറച്ച് ബാക്ക് എടുക്കാം. എന്നോട് ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ പ്ലേസ് ഒന്നും മാറ്റുന്നില്ല, തന്നെയാണ് പ്ലേസ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കുഴിയുണ്ടോ? ഞാൻ എപ്പോഴും കാണണേ. ഇതിൻ്റെ ഉള്ളിൽ കുഴിയുണ്ടോ? ഞാൻ എപ്പോഴും കേട്ടോ കാണണേ. അപ്പം നമ്മൾ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യമാണ്. ഇതെന്താ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് ടോണറാണ്. അത് ടോണർ അപ്ലൈ ചെയ്തിട്ട് വേണം. ടോണർ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെയായിട്ട് എനിക്കൊരു ടോണർ ഉണ്ടാക്കിയതാണ്. കാരണം ഇത് ഫുൾ വെള്ളമാണ്. വെള്ളവും പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പ് ആക്സസറീസും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഞാൻ എടുത്ത കുറച്ച് വാട്ടർ ആൻഡ് ജെൽ അതൊക്കെ ആയിട്ട് ഫേസിന് കുറച്ച് ഉപകാരമുള്ള സാധനമാണ്. ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ചെയ്ത് റിമൂവ് കഴിഞ്ഞിട്ടും അടിക്കേണ്ട സാധനമാണ്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുമ്പോൾ അടിക്കാറുണ്ട്. നൈസ് വൺ. മുടി ഒട്ടുന്നു ഗൈസ്. സ്റ്റിക്കർ പറച്ച് കളഞ്ഞു. ഇതുമൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഞാൻ പറച്ച് കളഞ്ഞു. ഇതാണ് ഇങ്ങനെ മുടി കിടന്ന് ഒട്ടണത്. ഒട്ടാശ ഉണ്ടാവൂലേ അതിൻ്റെ. ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഇതാട്ടോ. ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഉണങ്ങും. ഒരു വാട്ടർ ടെക്സ്ചറാണ് തരുന്നത്. ഇത് വാട്ടർ പ്രൂഫ് അല്ല, ഒലിച്ചങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഇത് ഉണങ്ങാൻ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കണം. ഇതിലൊക്കെ തുണി വെച്ചിട്ട് എൻ്റെ സ്കേർട്ടാണ്. അയ്യോ ഗൈസ്, ഇതെൻ്റെ സ്കേർട്ടാണ്. സ്കേർട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേറെ വശം വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡാബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒന്നും കാണുന്നില്ലല്ലോ. കഴിഞ്ഞ വ്യത്യാസം കണ്ടോ ഗൈസ്? കഴിഞ്ഞ വ്യത്യാസം കണ്ടോ? ഇത് കുറച്ച് ലൈറ്റാണ്, ഇത് കുറച്ച് ബ്രൈറ്റാണ്. അതുപോലെ നമുക്ക് ഫേസിൽ അടിക്കാൻ പറ്റും. ഇത് ലെഗിലും നെക്കിലും ഒക്കെ അടിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ നെക്കായിട്ട് അടിക്കും ഇടയ്ക്കിടയ്ക്ക്. അതിനുശേഷം നമ്മുടെ മൈ ഗോഡ്, ദിസ് ഈസ് മൈ വിജോൺ ഫൗണ്ടേഷൻ അഥവാ കൺസീലർ അങ്ങനെയൊക്കെ പറയും. ഇത് ഫൗണ്ടേഷൻ ആട്ടോ, കൺസീലർ ഇല്ല. ഇത് ക്രിസ്റ്റൽ ബോൾ പോലത്തെ സാധനം. തുറക്കും. ഇതിൻ്റെ മൂടി വെച്ച ആൾക്കാർ തുറക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തുറക്കാൻ നല്ല പണി. കട്ടിയുണ്ട്, ഭയങ്കര കട്ടിയുണ്ട്. പക്ഷെ ഇത് നല്ല സ്മൂത്താണ്, നല്ല ടെക്സ്റ്റർ ഫീലാണ് ഇതിന്. ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആണിത്. അപ്പോൾ ഓൺലൈനിൽ ആകെ ഇതിന് അഫോർഡബിൾ റേറ്റൊക്കെ ഉള്ളൂ. എത്രയാ? വെറും 250 രൂപയൊക്കെ ഉള്ളൂ ഇതിന്. വിജോൺ വുമൺ മേക്കപ്പ് ഫൗണ്ടേഷൻ റോൾ ഓൺ അടിച്ചു കൊടുത്താൽ മതി. കമ്പനിയും കൂടെ അടിക്കണം കേട്ടോ, വിജോൺ അടിക്കണം. അപ്പോൾ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് തുറന്ന് കാണിക്കാം. ഇങ്ങനെയൊക്കെ തുറക്കാം. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ടിക്കിലിരിക്കുന്നത്. അടപ്പൊക്കെ കണ്ടില്ലേ, ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ചെടുത്താൽ തന്നെ കുറേ വരും, അതുകൊണ്ട് ഞാൻ അധികം എടുക്കാറില്ല. പിന്നെ സ്മഡ്സ് ഉണ്ടായിരുന്നു. ഇത് സ്മഡ്സ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫുമാണ്. ഞാൻ ഈ ടോണറൊന്നും ഇതിലാക്കി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് ഫുൾ കൈയാക്കിയാൽ ഇതിൻ്റെ ഒരു ആ ടെക്സ്ചർ മനസ്സിലാവുള്ളൂ നമുക്ക്. ഇപ്പം കണ്ടില്ലേ, നല്ല മണാട്ടതിന്.
നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ടെക്സ്ചർ കണ്ടില്ലേ നിങ്ങൾ തന്നെ സൂക്ഷിച്ച് നോക്കൂ. ലൈറ്റ് വെച്ചോട്ടെ. നിങ്ങൾ തന്നെ ലൈറ്റ് ഇങ്ങനെ അടിച്ചാലേ കാണൂ. നിങ്ങൾ തന്നെ സൂക്ഷിച്ച് നോക്കൂ ഗൈസ്. ടെക്സ്റ്റ് മാറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ ശരിയല്ല. ഇവ സെറ്റായി. ഇവിടെ തന്നെ വെച്ചാൽ മതി അല്ലേ ഗൈസ്? അതല്ലേ കുറച്ചുകൂടി ബെറ്റർ. ലൈക്ക് ദാറ്റ്. ഇത് നമുക്ക് ഫേസിലൊക്കെ ആക്കാൻ പറ്റും. ഇത് നാളെ ഞാൻ ഒരു അൺറെഡി വിത്ത് മീ ഗെറ്റ് റെഡി വിത്ത് മീ ഈ ഒരു ഫൗണ്ടേഷനൊക്കെ കാണിച്ചു തരും. ഞാൻ ടോണർ അപ്ലൈ ചെയ്തില്ല. കാണിച്ചു തരാം ഗൈസ്. കാണിച്ചു തരാം. പെട്ടെന്നൊന്ന് ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ വ്യത്യാസം? കണ്ടില്ലല്ലോ അവർ ബ്രൈറ്റാണ്. ഇത് കുറച്ച് ഡള്ളാണ്. അപ്പോൾ നമുക്ക് അടിച്ച് കാണിച്ചു തരാം. നീ കണ്ടോളൂ ഗൈസ്. ഇത് വാട്ടർ പ്രൂഫാണ് ഗൈസ്. കണ്ടില്ലേ? പോകുന്നില്ല. പിന്നെ സ്മാർട്ട് പ്രൂഫുമാണ്. ലൈറ്റാട്ടോ. നല്ല മണാട്ടോ ഇതിന് രണ്ടെണ്ണത്തിനും. ഇത് രണ്ട് പെറ്റ് വളർത്തുന്നു. അതുപോലെ ഇതിക്ക് തോന്നുന്നത്. ഇനി അടുത്തത് ലിപ്പിലേക്ക് കിടക്കാം. ഇതൊരു ടൈഗ്ലിംഗ് സുഡിയോ നാട്ടോ ഞാൻ മേടിച്ചത്. ഇതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ കളർ വരും. കണ്ടില്ലേ? ഇതൊരു ന്യൂഡ് ചെയ്യണം. പക്ഷെ പരട്ടുമ്പോൾ ഒരൊറ്റ തുള്ളി പോലും കളർ കാണില്ല. കാണിച്ചു തരാം. കണ്ടില്ലേ? കളർ എവിടെയെങ്കിലും കാണും. ലൈറ്റായിട്ടൊരു കളറുണ്ട്. ഇതും വാട്ടർ പ്രൂഫ് ആട്ടോ. കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതൊന്നുകൂടി ഡാർക്ക്ലെറ്റായി കാണിച്ചു തരാം. ഡാർക്ക്ലെറ്റാക്കി കാണിച്ചു തരാം. ഇതൊന്ന് ഉണങ്ങട്ടെ ഗൈസ്. അതാണ് ഉണക്കട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ലിപ് ഗ്ലോസ്. ഇതിൻ്റെ ഒക്കെ റേറ്റ് പറഞ്ഞില്ലേ? ഇതിനത്ര റേറ്റ് ഒന്നുമില്ല. ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 250 റുപ്പീസൊക്കെ ഉള്ളൂ. ഇതിനാണെങ്കിൽ റേറ്റ് 149 രൂപയാണ്. ഇത്ര ഉണ്ടാകുന്നതാണ് ഞാൻ പിച്ച് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇതിൽ ഫുൾ ലെയറാണോ എനിക്കറിയത്തില്ല. ഫുള്ളുള്ള ആവശ്യം. അടുത്തത് മൈ ബ്ലഷ്, മൈ ഹൈലൈറ്റ് എന്നൊക്കെ പറയാം. ഇതുണങ്ങില്ല. കാരണം ലിപ്സ്റ്റിക് അല്ലത്, ശരിക്കും ലിപ് ഗ്ലോസ് ആണ്. ഞാൻ ഈ വാട്ടർ പ്രൂഫാണ് കാണിച്ചു തരാം. ഒന്ന് കാണിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, കളറാണ് കേട്ടോ. കണ്ടില്ലേ? വാട്ടർ പ്രൂഫാണ്. വാട്ടർ ആക്കിയാൽ സ്മഡ്ജ് ആവത്തില്ല അങ്ങോട്ട്. കണ്ടില്ലേ ഗൈസ്? സ്മഡ്ജ് ആവത്തില്ല. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. പേടിക്കണ്ട, ഇവിടുന്ന് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്? ഒട്ടും സ്മഡ്ജ് ആവുന്നില്ല. കാരണം വാട്ടർ പ്രൂഫാണ്. കണ്ടില്ലേ? ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ? വാട്ടർ പ്രൂഫ് അല്ല, സ്മഡ്ജ് പ്രൂഫും അല്ല. കാണിച്ചു തരാം. കണ്ടില്ലേ? സ്മഡ്ജ് പ്രൂഫും അല്ല. നിങ്ങളെല്ലാവരും ഈ ഒരു സാധനം യൂസ് ചെയ്ത് നോക്കുക. മസ്റ്റ് ഹാവ് എന്ന് ഞാൻ പറയുന്നില്ല. എത്ര തുടച്ചിട്ട് അറിയുന്ന പോയത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെടുക്കാറുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ലിപ് ഗ്ലോസ് പറയാൻ പറ്റില്ല. ഒരു ലവ് ചിഹ്നം ഹോട്ട് ഷേപ്പിൽ വരുന്നതാണ്. ഈ മെഴുക്കുണ്ട് പല്ലിൽ എന്തെങ്കിലും. അപ്പം
നമ്മുടെ അടുത്തത് മേക്കപ്പിൻ്റെ സാധനം. ഇതൊരു ഹൈലൈറ്ററാണ്. ഞാൻ മൂക്കിലിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഹൈലൈറ്റിങ് അല്ലത്. കണ്ടില്ലേ ഗൈസ്, ഇത് നല്ല ഹൈലൈറ്റിംഗ് ആണ്. ലൈറ്റ് കുറച്ച് ഡിമ്മായി ഇതല്ലേ. അവിടെ നിൽക്കി ഇങ്ങോട്ടാക്കി വെക്കാം. വീഴരുത്, വീണ മാങ്ങാത്തൊലി അങ്ങനെ നിനക്ക്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവർക്കും ലൈറ്റ് എത്തുന്നില്ലേ? ഇപ്പൊ ഹൈലൈറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട്. ചീക്കിലൊക്കെ ഇടാം, നല്ലതാണ്. അടുത്തത് വന്നിട്ട് ഒരുപാട് ഷെയ്ഡ്സിലുള്ള ലിപ് ഗ്ലോസ്. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. നല്ല അടിപൊളി ടെക്സ്റ്ററായിട്ടേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടെണ്ണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല അത്. അപ്പോൾ ഇതിങ്ങനെ മുക്കുന്നതല്ല കേട്ടോ, റോൾ ടൈപ്പാണ്. കാണിച്ചു തരാം. ഇതൊന്ന് വെച്ചാൽ മതി. കണ്ടില്ലേ, കളർ വരത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കളർ ഉണ്ടെങ്കിലും കളർ വരത്തില്ല. എന്താണ് എനിക്ക് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ. പിന്നെ ഐ മേക്കപ്പ് കൂടെ കഴിഞ്ഞാൽ ഇത് നിർത്തുകയാണ്. കാരണം ചാർജില്ല ഗൈസ്. അടുത്ത പാട്ടായിട്ട് ഞാൻ എപ്പോഴായാലും വരാം, കാണുക. അതിന് ശേഷം ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വ്യൂസേഴ്സിലൊക്കെ കാണിച്ചത്. ഇതൊരു ക്രീമി ടെക്സ്റ്ററാണ്. എനിക്കൊക്കെ ല്ലേ ഗൈസ്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ബെറി സ്മൂതി ആട്ടോ. ഇത് NYB കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ സെറ്റ് ചെയ്യാൻ ഇങ്ങനെ കൊണ്ട് തുറക്കില്ല, അല്ലെങ്കിൽ അമ്മ കണ്ട സീനാവും ഗൈസ്. തുടക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്. പിന്നെ ഇത് ഐഷാഡോ ബ്ലസ്, സോറി ഐഷാഡോ പിന്നെ ഇത് വന്നിട്ട് ഒരു ഐലൈനർ പെന്നാണ്. നല്ല വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫുമാണ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് തന്നെ ടെക്സ്ചർ കണ്ടാൽ മനസ്സിലാകും. കണ്ടില്ല, ഇത് പല നിറത്തിലുണ്ട്. എനിക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ലവർ ആയതുകൊണ്ട് ബ്ലാക്ക് തന്നെ മേടിച്ചു. ഇത് നമ്മൾ എന്തിൻ്റെ അടിയിലിട്ടാലും അത് ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇതിൻ്റെ മുകളിൽ ഡിപ്പ് ചെയ്തു വിചാരിച്ചു, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തു വിചാരിച്ചോ, ഇത് മായില്ല ഗൈസ്. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം ഇത് കാണാൻ പറ്റും, നമുക്ക് കണ്ടില്ലേ, കാണാൻ പറ്റും. അതിൻ്റെ ഗുണം. അടുത്തത് വാട്ടർ പ്രൂഫ് ആണോ നോക്കാം. യെസ് ഗൈസ്, ദിസ് ഈസ് വാട്ടർ പ്രൂഫ് ഓൾസോ. ഇനി തുടച്ചിങ്ങനെ മായ്ക്കുന്ന ആലോചിക്കുന്നു. പിന്നെ മായ്ച്ചു നോക്കട്ടെ. മായുന്നില്ല ഗൈസ്, മായുന്നില്ല. പിന്നെ ഇതും കൂടെ ഒരു വാട്ടർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫ് ഐലൈനറാണ്. 24 അല്ല, 3 ദിവസം ഇത് നിൽക്കും. യെസ് ഗൈസ്. അപ്പോൾ ഇന്നത്തോടെ ഈ പാർട്ട് ഫിനിഷ്ഡ് ആയിരിക്കുന്നു. എൻ്റെ ഡാസ്ലറിൻ്റെ ഒരു കുറ്റി ഇതുണ്ട്. ഇത് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ വേറെ എന്തിനാന്ന് എനിക്കറിയത്തില്ല. 55 രൂപയുള്ളൂ. 110 രൂപ, 250 രൂപ, 255 രൂപ. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. ഇതിന് ഒന്നിന് 88 രൂപ.
ഇതിന് 10 രൂപ 20 50 രൂപ ഉള്ളൂ. 350 രൂപ 100 രൂപ. ഈ 2 കളക്ഷനുള്ള പൊട്ടുണ്ട്. ഇതിന് 10, ഇതിന് 20. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ പാർട്ട്. ബൈ ബൈ എല്ലാവർക്കും. ബൈ ബൈ. സീ യു. സബ്സ്ക്രൈബ്. ബൈ ബൈ.